വോട്ടുകൊള്ളയുടെ തെളിവുകളെക്കുറിച്ച്, വിശദാംശങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളിലേക്ക് തന്നെ വരാം. ഏതൊക്കെ രീതിയിലുള്ള വോട്ടുകൊള്ള ഹരിയാനയിൽ നടന്നു, എങ്ങനെയൊക്കെയാണ് BJP അവിടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചത് എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. ദിവ്യ, ഹരിയാനയിൽ 2 കോടി വോട്ടർമാരാണ് മൊത്തം ഉണ്ടായിരുന്നത്. പക്ഷേ 25 ലക്ഷത്തോളം വ്യാജ വോട്ടിംഗ് നടന്നുവെന്ന് തന്നെ രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. അതായത് ഹരിയാനയിൽ 8 വോട്ടുകൾ എടുത്താൽ 1 വോട്ട് വ്യാജമെന്നതാണ് രാഹുൽ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 5 വഴികളിലൂടെയാണ് ഹരിയാനയിൽ വോട്ട് മോഷണം BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയെന്ന് കൂടി രാഹുൽ വ്യക്തമാക്കുകയാണ്. 5 വഴികൾ. ആദ്യമായി വ്യാജ വോട്ടുകൾ, അതുപോലെ തന്നെ ഇരട്ട വോട്ടുകൾ, അതുപോലെ തന്നെ മാസ് വോട്ടിംഗ്, ഇതുകൂടാതെ തന്നെ ഫോട്ടോകളും വിവരങ്ങളും ഇല്ലാതെ ബ്ലറായ ഫോട്ടോകൾ നൽകുക, അതുപോലെ തന്നെ കൃത്യമായ വിവരങ്ങൾ ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കില്ല. ഇതുകൂടാതെ തന്നെ വോട്ട് കട്ട് ചെയ്യുക. നിരവധി പേരുടെ വോട്ടുകളാണ് വോട്ടർ പട്ടികയിൽ നിന്ന് അനധികൃതമായി നീക്കിയെന്ന് കൂടി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുകയാണ്. അതിനുവേണ്ടി തെളിവുകളടക്കം രാഹുൽ പുറത്തുവിട്ടിരുന്നു. അതായത് ഒരു ബ്രസീലിയൻ മോഡൽ മത്യൂസ് പെരേരയുടെ ഫോട്ടോ 10 ബൂത്തുകളിൽ 22 വോട്ടുകളാണ് ഇതിലൂടെ നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രസീലിയൻ മോഡലിനടക്കം വോട്ടർ പട്ടികയിൽ വരുമ്പോൾ എങ്ങനെയാണ് 3 ലക്ഷത്തോളം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കുന്നത്? കാരണം കൃത്യമായി വോട്ടർമാരെ അടക്കം വേദിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തിച്ചിരുന്നു. തങ്ങൾ ആവർത്തിച്ച് അപേക്ഷകൾ നൽകിയിട്ട് പോലും തങ്ങളുടെ വോട്ടുകൾ, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ വോട്ട് ചെയ്തതാണ്, എന്തുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വോട്ടുകൾ നീക്കിയെന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ എത്തിയ ഓരോ വോട്ടർമാരും ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ UPയിലുള്ള BJP നേതാക്കൾക്ക് ഹരിയാനയിൽ വോട്ടുണ്ടായിരുന്നു. അവർ UPയിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ BJP നേതാക്കൾ വോട്ട് ചെയ്യുകയാണ്. ഇതിന്റെ തെളിവുകളടക്കം രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരുന്നു. അതേസമയം അവ്യക്തമായ നിരവധി വോട്ടേഴ്സാണ് ഉള്ളത്. ഏകദേശം 1,24,000-ലധികം ബ്ലറായ ഫോട്ടോകളാണ് വോട്ടർ പട്ടികയിലുള്ളത്. അതുകൂടാതെ തന്നെ ബൂത്തുകളിലായി 2 ബൂത്തുകളിലായി 223 വോട്ടുകളുള്ള ഒരു സ്ത്രീയുടെ പേരും അതുപോലെ തന്നെ ചിത്രങ്ങളും പട്ടികയിലുണ്ട്. ഇതുകൂടാതെ തന്നെ നിരവധി, ഒരു വീട്ടിൽ നിന്ന് 501 വോട്ടുകൾ, ഒരു BJP നേതാവിന്റെ വീട്ടിൽ 66 വോട്ടുകൾ, അങ്ങനെ വലിയ രീതിയിലുള്ള കൃത്രിമത്വം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നുവെന്ന് തന്നെ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു. കാരണം എക്സിറ്റ് പോൾ ഫലങ്ങളിലും അതുപോലെ തന്നെ ഹരിയാന സന്ദർശിച്ചവരെല്ലാം ഒന്നടങ്കം പറഞ്ഞതാണ് വലിയ രീതിയിലുള്ള മുൻതൂക്കം ഹരിയാനയിൽ കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫലം എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു. കൃത്യമായി ഒരു 10 മണിവരെ ഈ വോട്ടിംഗ് ഫലം പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 10 മണിവരെ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം, ഏകദേശം 70 സീറ്റുകളിൽ വരെ കോൺഗ്രസ് ലീഡ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം പെട്ടെന്നൊരു താഴേക്ക് പോക്കാണ് കോൺഗ്രസിനുണ്ടായത്. പോസ്റ്റൽ ബാലറ്റുകളിലടക്കം വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കോൺഗ്രസ് കാണിച്ചു. പക്ഷേ എന്താണ് പിന്നെ സംഭവിച്ചതെന്ന് ഏറെ ഞെട്ടിപ്പിച്ചു എന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ വിവരശേഖരണങ്ങൾ അടക്കം നടത്തിയപ്പോൾ വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു സംസ്ഥാനത്ത് തന്നെ വോട്ട് മോഷണം എങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചു എന്ന് വ്യക്തമാകുന്നതെന്നും രാഹുൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിന് പിന്നിൽ BJP ഉണ്ട്, RSS ഉണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഇതിന് പിന്നിലുണ്ട് തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു. അതിനുവേണ്ടി ചില തെളിവുകളും വീഡിയോ ദൃശ്യങ്ങളും രാഹുൽ പങ്കുവച്ചിരുന്നു. ഹരിയാന മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് 2 ദിവസം മുമ്പ് സംസാരിച്ചത് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ ഗോപാലകൃഷ്ണൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SIRമായി ബന്ധപ്പെട്ടും ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങളും രാഹുൽ ഗാന്ധി ഇന്നിവിടെ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പിൽ, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറി നടന്നു. ഹരിയാനയിൽ ഒരു തെരഞ്ഞെടുപ്പല്ല നടന്നത്, മറിച്ച് ഒരു കള്ളമായിരുന്നു ഹരിയാനയിൽ ഉടനീളം നടന്നതെന്ന് കൂടി ഇപ്പോൾ രാഹുൽ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ യുവാക്കളും അതുപോലെ തന്നെ ജൻസികളും രംഗത്ത് വരണം. അവർ സത്യത്തിന്റെയും അഹിംസയുടെയും മാർഗത്തിലൂടെ പ്രതിരോധിച്ചാൽ മാത്രമായിരിക്കും രാജ്യത്ത് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ സാധിക്കുക എന്നതുകൂടി ഇപ്പോൾ രാഹുൽ പറഞ്ഞുവെക്കുകയാണ്. എന്തായാലും ഈ ക്രമക്കേടിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമോ എന്ന കാര്യവും മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു. എന്തായാലും സുപ്രീംകോടതി ഇതെല്ലാം കാണുന്നുണ്ട്, പക്ഷേ ഒരു കാഴ്ചക്കാരനായി നിൽക്കുന്നുവെന്ന തരത്തിലുള്ള ഒരു വിമർശനമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ പുറത്തുണ്ട്. കാരണം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നാളെ നടക്കാൻ പോവുകയാണ്. അതിനു മുമ്പാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം ഇപ്പോൾ രാഹുൽ പുറത്തുവിടുന്നത്. ബീഹാറിലും സമാനമായ രീതിയിലുള്ള സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് തന്നെ രാഹുൽ പറയുകയാണ്. എന്തായാലും വലിയ ആരോപണം BJPക്കെതിരെ ഉയർത്തിയിരിക്കുന്നു. പക്ഷേ ഈ ആരോപണങ്ങൾ പൂർണ്ണമായും BJP തള്ളുകയാണ്. ഇതാണോ ഹൈഡ്രജൻ ബോംബെന്നൊരു ചോദ്യമാണ് BJP നേതാക്കൾ അടക്കം ഉയർത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തരങ്ങൾ വാദങ്ങൾ കള്ളമാണ്, അല്ലെങ്കിൽ രാഹുലിന്റെ ഇത്തരം ആരോപണങ്ങൾ തെറ്റെന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും കർണാടകയ്ക്ക് പിന്നാലെ ഹരിയാനയിലും വലിയ രീതിയിലുള്ള വോട്ടർ പട്ടികയിലടക്കം ക്രമക്കേട് ഇപ്പോൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുകയാണ്. തെളിവുകളടക്കം ഉയർത്തിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നത്. ദിവ്യ.